കണ്ണമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച ആ ദാരുണ സംഭവം ഓർമ്മയില്ലേ? കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ആ ദുരന്തത്തിന് പിന്നിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനോടുള്ള അടങ്ങാത്ത പക, ഒടുവിൽ ആ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്ന് ആരും കരുതിയില്ല. കാറിന് തീപിടിച്ച് ഭാര്യ സോന മരിച്ച സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിന് പങ്കുണ്ടെന്നായിരുന്നു പലരും സംശയിച്ചിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ എല്ലാ സംശയങ്ങളും മാറി മറിഞ്ഞിരിക്കുകയാണ്. ഈ മരണത്തിൽ ഭർത്താവിന് യാതൊരു പങ്കുമില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ കാറിനുള്ളിൽ അന്ന് കൃത്യമായി എന്താണ് സംഭവിച്ചത്? അതെ, ആ ദാരുണ കൊലപാതക ശ്രമം ആസൂത്രണം ചെയ്തത് മറ്റാരുമല്ല, മരിച്ച സോന തന്നെയായിരുന്നു. സ്വന്തം ജീവിതം തകർന്നതിലുള്ള പ്രതികാരമായി ഭർത്താവിനെ കൂടി ഇല്ലാതാക്കുക എന്നതായിരുന്നു സോനയുടെ ലക്ഷ്യം. സംഭവ ദിവസം സ്വന്തം വീട്ടിലായിരുന്ന സോന ബന്ധുവിനൊപ്പം ഷോപ്പിങ്ങിന് പോയ സമയത്ത് ആരും അറിയാതെ ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങി കവറിനുള്ളിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുകയായിരുന്നു. വൈകിട്ട് ഭർത്താവ് രജിൻ ലാൽ സോനയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തി. യാത്രക്കിടയിൽ ഇരുവരും തമ്മിൽ കാറിനുള്ളിൽ വെച്ച് കടുത്ത വാക്ക് തർക്കമുണ്ടായി. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന സോന താൻ കരുതി വച്ചിരുന്ന പെട്രോൾ സ്വന്തം ദേഹത്തേക്ക് ഒഴിച്ചു. കാറിനുള്ളിൽ പെട്രോളിൻ്റെ മണം പടർന്നതോടെ ഭയന്നുപോയ ഭർത്താവ് രജിൻ ലാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ആ നിമിഷത്തിൽ തന്നെ സോന സ്വയം തീ കൊളുത്തി കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കകം കാറിനുള്ളിൽ തീ ആളിപ്പടർന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രജിൻ ലാലിനെ രക്ഷിച്ചത്. കാറിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്കിറങ്ങിയോടിയ അദ്ദേഹം അടുത്തുള്ള തോട്ടിലേക്ക് ചാടിയതുകൊണ്ടാണ് ജീവനോടെ അവശേഷിച്ചത്. എന്നാൽ ഗർഭിണിയായ സോനയ്ക്ക് രക്ഷപ്പെടാനായില്ല. മുൻപും വിവാഹത്തിന് രജിൻ ലാൽ മടി കാണിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സോന ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നതായി കുടുംബവും സമ്മതിക്കുന്നുണ്ട്. പ്രണയവും പകയും ഒടുവിൽ ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചപ്പോൾ നഷ്ടമായത് 2 ജീവനുകളാണ്. എന്തായാലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന മുന്നറിയിപ്പോടുകൂടി ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു.